ഇപ്പോൾ ഏറ്റവും ഒടുവിലായി നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ എഡിജിപിയെ ക്രമസമാധാന ചുമതലയിൽ നിന്നും മാറ്റിയ നടപടിയിൽ സന്തോഷമെന്ന് ബിനോയ് വിശ്വം പ്രതികരിച്ചിരിക്കുന്നു. ഇത് ഇടതുപക്ഷത്തിന്റെ വിജയമാണ്. എഡിജിപിയെ മാറ്റണമെന്ന ആവശ്യം ഉന്നയിച്ചത് CPI ആണ്. നടപടി ഇത് മതിയോ എന്ന കാര്യത്തിൽ പിന്നീട് പ്രതികരിക്കാമെന്നാണ് ബിനോയ് വിശ്വം പറഞ്ഞത്. ക്രമസമാധാന പാലന ചുമതലയുള്ള ADGP ദുരൂഹമായ കാരണങ്ങളാൽ പ്രമുഖരായ 2 RSS നേതാക്കന്മാരെ കണ്ട കാര്യം ശ്രദ്ധയിൽപ്പെട്ട ആ നിമിഷം മുതൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആവശ്യപ്പെടുന്ന കാര്യമാണ്. ആ ക്രമസമാധാന പാലന ചുമതലയിൽ നിന്നും ADGP അജിത് കുമാറിനെ മാറ്റണമെന്നാവശ്യം. ആ ആവശ്യം ഇപ്പോൾ നിറവേറ്റപ്പെട്ടിരിക്കുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അഭിമാനമുണ്ട്. തീർച്ചയായിട്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിശ്വസിക്കുന്നത് LDF ഗവൺമെന്റ് ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെയും ഇടതുപക്ഷ മൂല്യത്തിന്റെയും പാതയിൽ മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്ന LDF ഗവൺമെന്റ് ആ ദിശയിൽ കൈക്കൊണ്ട ഉചിതമായ ശരിയായ നടപടിയാണ് ഇതെന്നാണ് പാർട്ടി അതിനെ സർവാത്മന സ്വാഗതം ചെയ്യും. CPIയുടെ വിജയം എന്നൊരു വിജയമില്ല, LDFന്റെ വിജയമാണ്. LDF രാഷ്ട്രീയത്തിന്റെ വിജയമാണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കേരളത്തിലെ ഗവൺമെന്റിനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കാണുന്നത് വ്യത്യസ്തമായ ഇടതുപക്ഷ നയങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ കടപ്പെട്ട ഗവൺമെന്റായിട്ടാണ്. ആ ഗവൺമെന്റിന് തീർച്ചയായിട്ടും ഒരു രാഷ്ട്രീയ അടിത്തറയുണ്ട്. ആ രാഷ്ട്രീയം ഇന്ത്യയിൽ ഫാസിസ്റ്റ് വിപത്തിന്റെ കാർമേഘം പടർത്തുന്ന RSS രാഷ്ട്രീയത്തിന്റെ മറുഭാഗത്താണ്, വിപരീത ഭാഗത്താണ്. അങ്ങനെയുള്ളൊരു ഗവൺമെന്റിലെ പ്രധാനപ്പെട്ടൊരു ചുമതലയാണ് ക്രമസമാധാന ചുമതല. ആ ചുമതല വഹിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ ദുരൂഹമായ സാഹചര്യത്തിൽ കാരണങ്ങളാൽ ഒന്നല്ല 2 വട്ടം 2 RSS നേതാക്കന്മാരെ കണ്ടതായിട്ട് വെളിച്ചത്ത് വരുമ്പോൾ അതേപ്പറ്റി ഒരു ഇടതുപക്ഷ ഗവൺമെന്റിന് ഉത്തരം പറയേണ്ട കടമയുണ്ട്. ആ ഉത്തരമാണ് ഇന്നിപ്പോൾ LDF ഗവൺമെന്റ് ശരിയായി പറഞ്ഞിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിനെ സ്വാഗതം ചെയ്യുന്നു, അതിനെ പിന്തുണക്കുന്നു. ഈ RSS നേതാക്കളെ കണ്ടത് വളരെ ഗുരുതരമായ ഒരു കുറ്റകൃത്യമായിട്ടാണ് CPI നേരത്തെ തന്നെ കാണുന്നത്. ഒരു ചുമതലയിൽ നിന്ന്, ഒരു ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാത്രം മാറ്റിയ ഉദ്യോഗസ്ഥനെ ഒരു പൊസിഷനിൽ നിർത്തിയിരിക്കുകയാണ്. അത് മതിയോ? CPI അതാണോ ആവശ്യപ്പെടുന്നത്? അതൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. നോട്ട് നൗ, വി ക്യാൻ ഡിസ്കസ് ഇറ്റ് അറ്റ് എ ലേറ്റർ സ്റ്റേജ്. ഇപ്പൊ വിഷയം സ്വന്തമല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആവശ്യപ്പെട്ട കാര്യം ഇതാണ്. ആവശ്യം പൂർണ്ണമായും സർക്കാർ അംഗീകരിച്ചിരിക്കുന്നു, നടപ്പിലാക്കിയിരിക്കുന്നു. ഈ വിജയം കമ്മ്യൂണിസ്റ്റ് പാർട്ടി കാണുന്നത് പാർട്ടിയുടെ മാത്രം വിജയമായിട്ടല്ല, ഈ വിജയം LDF രാഷ്ട്രീയത്തിന്റെ വിജയമായിട്ടാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ പ്രസക്തമാണ് ഈ സമയത്ത്. കാരണം ആ ക്രെഡിറ്റ് മുഴുവൻ CPI എടുക്കുന്നു എന്നുള്ളതാണ്. PV അൻവർ ഉന്നയിച്ച കാര്യങ്ങളൊക്കെ പാടെ മറന്നുകൊണ്ട് CPI ആ ക്രെഡിറ്റ് ഏറ്റെടുക്കുന്നു. LDFന്റെ വിജയമാണ്, മുന്നണിയുടെ വിജയമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ CPIയുടെ വാക്ക് കേട്ടില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ വലിയ പ്രതിരോധം അവർക്ക് മാധ്യമങ്ങൾക്ക് മുമ്പിൽ അടക്കം തീർക്കേണ്ടി വന്നേനെ. കാരണം ഇത്രത്തോളം ദിവസങ്ങളായി ആവശ്യപ്പെടുന്ന കാര്യമാണ്. ഈ സഭാ സമ്മേളനം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ADGPയെ മാറ്റണമെന്നുള്ള ആവശ്യം. എന്തായാലും ഇന്നിപ്പോൾ തിങ്കളാഴ്ചയാണ് പൂർണ്ണമായ ഒരു നടപടി.